ദുഷ്ടത്തി. ഇവളുടെ ഭർത്താവും കൂടി ചേർന്നാണ് എന്റെ മോനെ ചതിച്ച് ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കി വിട്ടത്. ദൈവം അതിനുള്ള ശിക്ഷ നിനക്ക് തരാതിരിക്കില്ല ജ്യോതിർമയി. അയ്യോ, ജ്യോതി 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 എണീക്ക്. ജ്യോതി, അയ്യോ നെറ്റി മുറിഞ്ഞല്ലോ. അയ്യോ ചോരയും വരുന്നുണ്ടല്ലോ. ജ്യോതിർമയി, ജ്യോതിർമയി, അയ്യോ ജ്യോതിർമയി, ജ്യോതിർമയി, അയ്യോ അയ്യോ ജ്യോതി, ജ്യോതിർമയി, ജ്യോതി ഓട്ടോ. അയ്യോ പതുക്കെ സൂക്ഷിച്ച്. ഇയാളെ എനിക്ക് നല്ല പരിചയം തോന്നുന്നല്ലോ. ഗൗതമിന്റെ വീട്ടിലെ സർവന്റ് അല്ലായിരുന്നോ? ആ അതെ. പക്ഷേ പേര് അത് ഞാനങ്ങ് വിട്ടുപോയി. എന്റെ പേര് നിർമ്മല എന്നാ. ആ അത് തന്നെ, നിർമ്മല. ഒരുപാട് നന്ദിയുണ്ട് നിർമ്മലെ. താങ്ക്സ് കേട്ടോ. ആക്സിഡന്റ് ആയ സ്ഥലത്ത് വെച്ച് ഞാൻ നിർമ്മലയുടെ മുഖമാ അവസാനമായിട്ട് കണ്ടത്. ഇപ്പോ കണ്ണു തുറന്നപ്പോഴും അതേ ആളിനെ തന്നെയാ ഇവിടെയും കാണുന്നത്. ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല. ഈ ജന്മമുള്ളിടത്തോളം മാഡത്തിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. നിർമ്മലയ്ക്ക് എന്നെ അറിയോ? ഓർമ്മയുണ്ടോ എന്നെ? മാഡത്തിനെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ചെയ്തിട്ടുള്ളത്. മാഡവും മാഡത്തിന്റെ ഭർത്താവും ചേർന്ന് ഒരു കുടുംബത്തിനെ ആകെയില്ലേ ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കി വിട്ടുകളഞ്ഞത്. നിങ്ങൾ കാരണമല്ലേ ആ കുടുംബം ചിന്ന ഭിന്നമായത്. ഗൗതമും നിധിയും പാർവതിയും തെരുവിലായത്. നിർമ്മല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർമ്മലയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ ആ വീട്ടിലെ സെർവന്റ് ആയിരുന്നല്ലോ. അപ്പോ എനിക്കതൊക്കെ അറിയാൻ പറ്റുമല്ലോ. എനിക്ക് മനസ്സിലായി. ഗൗതമും നിധിയും പാർവതിയും ആ വീട് വിട്ട് ഇറങ്ങിയതോടെ നിർമ്മലയ്ക്ക് ആ വീട്ടിലെ ജോലി നഷ്ടമായി കാണും. അതിന്റെ ദേഷ്യത്തിലായിരിക്കും ഈ സംസാരിക്കുന്നത്. ആ, അതൊക്കെ അവിടുത്തെ ചേട്ടൻ അനിയന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാ. ഞങ്ങൾക്കതിലൊരു കയ്യുമില്ല നിർമ്മലെ. നിർമ്മലയ്ക്ക് ജോലി നഷ്ടപ്പെട്ടതിന്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെങ്കിൽ അതിന് ഇനിയൊരു വിഷമം വേണ്ട. എന്നെ സഹായിച്ച ഒരാളിനോട് എന്റെ ഭർത്താവ് CKC അമിതമായ സ്നേഹം കാണിക്കും. എങ്ങനെ വേണമെങ്കിലും പുള്ളി സഹായിക്കുകയും ചെയ്യും. നിർമ്മലയ്ക്ക് എന്റെ വീട്ടിലൊരു സഹായിയായി നിൽക്കാൻ താല്പര്യമുണ്ടോ? ഏയ്, എനിക്ക് അങ്ങനെ ഒരു ജോലി വേണ്ട മാഡം. ഞാനെങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പൊക്കോളാം. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. അല്ലെങ്കിലും എനിക്ക് ഈ പരുവത്തില് തനിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിർമ്മലയ്ക്ക് എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കാൻ പറ്റുമോ? വീട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ല. മാഡത്തിന് ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. പ്ലീസ് നിർമ്മലെ, എന്തായാലും ഇത്രയൊക്കെ എന്നെ സഹായിച്ച ആളല്ലേ. എങ്കിൽ പിന്നെ എന്നെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കി എന്താ കുഴപ്പം? നിർമ്മല പോയി ഡോക്ടറിനെയോ നഴ്സിനെയോ ആരെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വാ. നമുക്ക് ഡിസ്ചാർജ് വാങ്ങിക്കാം. എന്തായാലും നിർമ്മല എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അത് കഴിഞ്ഞേ നിർമ്മല പോകുന്നുള്ളൂ. ചെല്ലേ. ഈ ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് ഗൗതമിന് വലിയ ആശ്വാസമായേനെ. ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ ഗൗതമിനെ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കാം. പക്ഷേ കിട്ടണ്ടേ?
ഇന്റർവ്യൂവിന് വന്നതല്ലേ? അതെ. എന്താ പേര്? യമുന. എന്റെ പേര് നിധിന. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാ. കുറെ പേര് ഇന്റർവ്യൂ കഴിഞ്ഞു പോയോ? ഞാൻ വരുമ്പോ 7-8 പേരുണ്ടായിരുന്നു. ഒരാളിപ്പോ അകത്തുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതെ, എന്തു പറഞ്ഞു? ആകപ്പാട് ഒരു ഒഴിവാണുള്ളത്. അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തും. എന്നിട്ട് 100 ചോദ്യങ്ങളും. ടോപ്പിയുടെ പ്രസിഡന്റ് ആര്, ഉസ്ബെക്കിസ്ഥാൻ തലസ്ഥാനം ഏത്, വെറുതെ മെനക്കെടുത്താനായിട്ട്. എന്തു പറഞ്ഞവര്? പോയിക്കോളാൻ പറഞ്ഞു, അറിയിക്കാൻ. ആരാ യമുന? ഞാനാ. അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരാം. ആകെ ഒരു ഒഴിവേ ഉള്ളൂ. ജോലിക്ക് എടുക്കാത്തവരെ ആയിരിക്കും പറഞ്ഞു വിട്ടത്. ഈ കുട്ടിയോട് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കിട്ടിയനെ. ഈശ്വര കാത്തോളനെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ സർ. ഓക്കെ. ഈ അടുത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് ദയാവധത്തിന് അനുമതി നൽകിയിരുന്നു. അയാളുടെ പേരറിയാമോ? യെസ് സർ, ഹരീഷ് റാണ. നമുക്ക് ഈ പോസ്റ്റിലേക്ക് ആകെ ഒരു ഒഴിവാണുള്ളത്. സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിലും യമുനയുടെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് പാസ് മാർക്ക് തരാം യമുനയ്ക്ക്. പക്ഷേ ഇനി ഒരാളും കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ കുട്ടി വന്നില്ലെങ്കിൽ യമുനയ്ക്ക് ഈ ജോലി ഉറപ്പിക്കാം. സർ, പറയുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതാ. ഒരു മകളും ഉണ്ട്. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീടും പുരയിടും എല്ലാം പണയത്തിലായി. നോക്കി യമുന, ഈ പോസ്റ്റിലേക്കുള്ള യോഗ്യതയായി ഞങ്ങൾക്ക് സെന്റിമെന്റ്സ് പരിഗണിക്കാനാവില്ല. പ്ലീസ് എബ്ര, പുറത്ത് വെയിറ്റ് ചെയ്യൂ. ശരി സർ. എന്തായി? എന്തു പറഞ്ഞു? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇയാളുടെ ഇന്റർവ്യൂ കൂടി കഴിഞ്ഞിട്ട് നമ്മളിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുമെന്ന്. നിധി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ ശരി.